ഇന്നറിയാൻ കറണ്ട് അഫയേഴ്സ് 14/5/2024, 15/5/2024. അന്താരാഷ്ട്ര കുടുംബ ദിനം മെയ് 15, 2024. പ്രമേയം ഫാമിലീസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഡൽഹി പോലീസിൽ നിന്ന് ഏറ്റെടുക്കുന്ന സൈനിക വിഭാഗം CISF. SK പൊറ്റക്കാട് സ്മാരക സമിതിയുടെ SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് KP രാമനുണ്ണി. മെയ്യിൽ ചട്ടമ്പി സ്വാമിയുടെ 100ാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് പ്രതിമ സ്ഥാപിച്ചത് എവിടെ? ശ്രീകണ്ഠേശ്വരം, തിരുവനന്തപുരം. 2024 അന്തരിച്ച ബീഹാർ മുൻ മുഖ്യമന്ത്രി സുശീൽ കുമാർ മോദി. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി ചിരി. ഇന്ത്യയിൽ അധികാരത്തിലിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. കേരളത്തിലെ ആദ്യത്തെ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെന്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്നത് കൊല്ലം. മെയ്യിൽ പൊട്ടിത്തെറിച്ച ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതം മൗണ്ട് ഇബു. ഇറാനിലെ ഏത് തുറമുഖം പ്രവർത്തിപ്പിക്കുന്നതിനുള്ള 10 വർഷത്തെ കരാറിലാണ് ഇന്ത്യ ഒപ്പുവച്ചത്? ചബഹാർ തുറമുഖം. വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പാം ഡിയോർ പുരസ്കാരത്തിനായി മത്സരിക്കാൻ ഒരുങ്ങുന്ന സിനിമ ഓൾ വി ഇമാജിൻ ആഡ് ലൈറ്റ്. ചെസ്സിൽ ഇന്ത്യയുടെ 85ാമത് ഗ്രാൻഡ് മാസ്റ്ററായി മാറിയത് ശ്യാം നിഖിൽ. 2024 മെയ്യിൽ ഫെഡറേഷൻ കപ്പിന്റെ പുരുഷന്മാരുടെ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? നീരജ് ചോപ്ര. ആദ്യ 25 റാങ്കിങ്ങിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിതാ ടേബിൾ ടെന്നീസ് താരം ആരാണ്? മനിക ബത്ര. ലോക ഹൈഡ്രജൻ ഉച്ചകോടി 2024 ഏത് രാജ്യത്താണ് സംഘടിപ്പിക്കുന്നത്? റോട്ടർഡാം, നെതർലാൻഡ്. ചന്ദ്രനിലെ കാര്യക്ഷമമായ പേലോഡ് ഗതാഗതത്തിനായി ആദ്യത്തെ ചാന്ദ്ര റെയിൽവേ സംവിധാനം വികസിപ്പിക്കാൻ പദ്ധതിയിട്ട ബഹിരാകാശ ഏജൻസി നാസ. സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്രരത്നം പുരസ്കാരം ലഭിച്ചത് ശ്രീനിവാസൻ. കാർഷിക കർഷകക്ഷേമ മന്ത്രാലയവും ഗൂഗിൾ ആഡ്സ് ആൻഡ് കൾച്ചറും ചേർന്ന് ആരംഭിച്ച ഡിജിറ്റൽ പ്രദർശനം മില്ലറ്റ് സീഡ്സ് ഓഫ് ചേഞ്ച്. അടുത്തിടെ തണുത്ത ലാവാപ്രവാഹം ഉണ്ടായ ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതം മൗണ്ട് മെറാപ്പി. Thanks for watching. Please like and subscribe.